ഈ ഈ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ 40 മിനിറ്റ് ആകുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ട്. പക്ഷേ ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതായ ഒരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വെടിനിർത്തൽ ഈ നടന്ന ചർച്ചകൾ സംബന്ധിച്ചുള്ള ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അത് പെൻഡിംഗ് ആണ്. ഒപ്പം തന്നെ ഇറാന്റെ പ്രതികരണം എന്നത് വളരെ പ്രസക്തമാണ്. നേരത്തെ ഇറാന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഈ രീതിയിലുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാകില്ല, ഞങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ്, ശാശ്വതമായ സമാധാനമാണ്, ശാശ്വതമായ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത് എന്ന ഒരു കാര്യമായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പരമാധികാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങളുടെ പരമാധികാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അതുകൊണ്ട് തന്നെ താൽക്കാലിക വെടിനിർത്തലുകൾ തങ്ങൾ അംഗീകരിക്കില്ല എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. ഇറാൻ അതിൽ നിന്ന് പിന്നോക്കം പോകുന്നുണ്ടോ, ഈ താൽക്കാലിക വെടിനിർത്തൽ അവർ അംഗീകരിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 48 മണിക്കൂർ അന്ത്യശാസനം പൂർത്തിയാകാൻ 12 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോഴാണ് ട്രംപ് ഇപ്പോൾ ഈ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇതൊരു പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്, വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ലോകം കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 48 മണിക്കൂർ അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ ട്രംപ് സ്റ്റാമർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ലോകം കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, ഇറാനിൽ താൽക്കാലിക വെടിനിർത്തൽ എന്നത്. ട്രംപ് നിർബന്ധിതമായതാണോ ഈ വെടിനിർത്തലിന്? തീർച്ചയായും ലോകം കേൾക്കാൻ ഏറ്റവും അധികം കാതോർത്തിരുന്ന വാർത്തയാണ് വെടിനിർത്തൽ എന്നത്. താൽക്കാലികമാണ് എന്നത് സാരമല്ല, 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാണോ യുദ്ധം പ്രഖ്യാപിച്ചത്, ആരാണോ യുദ്ധവുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുന്ന അതേ ശക്തികൾ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നത് കാവ്യനീതിയായി വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 5 പ്രാവശ്യം തീരുമാനത്തിൽ മലക്കം മറിഞ്ഞയാളാണ് ഡൊണാൾഡ് ട്രംപ്. വെച്ചുകൊണ്ട് ഹോർമൂസ് തങ്ങൾ പിടിച്ചെടുക്കും എന്ന് അമേരിക്ക പറഞ്ഞ ഒരു ദിവസം, പിറ്റേന്ന് പറയുന്നു തങ്ങൾ സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഹോർമൂസ് അതിശക്തമായി നീക്കത്തിലൂടെ പിടിച്ചെടുക്കും. 3-ാം ദിവസം പറയുന്നു റഷ്യയുടെയും ചൈനയുടെയും കൂടെ സഹായം വേണം. അടുത്ത ദിവസം പറയുന്നു നിങ്ങളുടെ പാടായി, ഒരുപക്ഷെ ഹോർമൂസിന് ഞങ്ങൾക്ക് വലിയ താല്പര്യങ്ങളില്ല, ചൈനയും റഷ്യയും ജപ്പാനും എല്ലാം ചേർന്ന് ഓർമ്മിപ്പിക്കണം. അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം പറയുകയാണ് ഹോർമൂസ് കടലെടുക്കുക എന്നത് ഉപരോധം പൂർണ്ണമായി മാറ്റിയില്ല എങ്കിൽ, കപ്പലുകൾ സുഗമമായി പാസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ ഭസ്മമാക്കും, പവർ സെന്റേഴ്സ് എല്ലാം അടിച്ചു തകർക്കും. ഇതെല്ലാം മാറിയും മറിഞ്ഞും പറയുന്നതിനുള്ളിൽ ഇപ്പോഴിതാ ആ അന്ത്യശാസനത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ്, ഇന്ന് അടുത്ത ദിവസം വെളുപ്പിന് 3 മണിക്കാണ് അന്ത്യശാസന കാലാവധി അവസാനിക്കേണ്ടത്. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇതാ നാടകീയമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു, 5 ദിവസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ. ഇറാൻ എപ്പോഴും പറയുന്നത് പെർമനന്റ് ആയ സൊല്യൂഷൻസ് ആണ് തങ്ങൾക്ക് ആവശ്യം. ഒരു ഡെമോക്രാസിന്റെ ആള് പോലെ തങ്ങൾക്ക് എല്ലാ 9 മാസം കൂടുന്നതും നിരന്തരം ആക്രമണം എന്ന രീതിയെ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, നമ്പർ 1. 2, ഇറാന് നഷ്ടപരിഹാരം നൽകണം, ഇറാൻ ആക്രമണ വിധേയമായി നഷ്ടപരിഹാരം നൽകണം. 3, ഭാവി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കണം. ഈ 3 കാര്യങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഇറാന് നേരെയുള്ള ഉപരോധം മാറ്റുകയും ചെയ്താലല്ലാതെ പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഒരുപക്ഷെ സാധ്യമാവില്ല. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് സംയമനം പാലിക്കുകയും അമേരിക്ക വെടിനിർത്തൽ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഇറാനും തത്തുല്യമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം നിർത്തിവെക്കുകയും ഇസ്രായേലിനെതിരെ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുകയും ചെയ്താൽ ചർച്ചകൾക്കുള്ള വഴി ഒരുങ്ങും. ഇവിടെ ഒരു പ്രധാന ചോദ്യം പൂച്ചക്കാര് മണികെട്ടും എന്നതാണ്. ആരാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുക? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം, അതിന്റെ ചുവട് പിടിച്ച് ഇപ്പോൾ ഉയരെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ലോകസമാധാനമാണ് ഇന്നത്തെ ആവശ്യം. ഒരു ക്ലാരിയൻ കോൾ ആയിരുന്നു ഇത്. ഇന്ത്യൻ പാർലമെന്റിനോട് ചെയ്ത സംസാരമാണെങ്കിൽ പോലും തീർച്ചയായും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ വാച്ച് ചെയ്ത ഒരു സംസാരമായിരുന്നു അത്. അതുകൊണ്ട് ലോകസമാധാനത്തിന് ഒരു കൂട്ടായ പ്രയത്നമാണ് ആവശ്യം, യുദ്ധമല്ല, മറിച്ച് ചർച്ചകൾ, നയതന്ത്ര ചർച്ചകൾ കൂടി നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് ആണ് ആവശ്യം എന്ന കാര്യത്തിൽ ഇതിൽ ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ പ്രതികരണം എന്താണ് എന്നത് വന്നിട്ടില്ല. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരമാണ് ഇതിൽ ആവശ്യം, താൽക്കാലിക വെടിനിർത്തലല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ റഷ്യൻ ഫിനാൻസ് മിനിസ്റ്ററും ഇറാൻ ഫിനാൻസ് മിനിസ്റ്ററും തമ്മിലൊരു ടെലിഫോൺ ചർച്ച നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നതിന്റെ സൂചനകളാണോ, അത് മറ്റു രാഷ്ട്രങ്ങളുമായി ആലോചിക്കുന്നു എന്നതിന്റെ സൂചനകളാണോ ഇത്?
മറ്റ് രാജ്യങ്ങളുമായി തീർച്ചയായും ഇറാൻ എന്ന രാജ്യത്തിന് ആലോചിക്കേണ്ടതുണ്ട്. ചൈനയുമായും റഷ്യയുമായും ഏറെ കൂടിയാലോചനകൾ നിരന്തരം നടത്തിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 3 ആഴ്ച. റഷ്യയോ ചൈനയോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും ഈ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ ഇറാനെതിരെ നടക്കുന്ന ആക്രമണം, പ്രതിരോധം, പ്രത്യാക്രമണം എല്ലാം തന്നെ ചൈനയും റഷ്യയും കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഇറാൻ ഇൻഡയറക്ട്ലി സാറ്റലൈറ്റ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുള്ളതുമാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇനി എങ്ങനെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ഒരു ബ്രീതിങ് സ്പേസ്, വെടിനിർത്തൽ 4 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ എന്നൊരു ബ്രീതിങ് സ്പേസ് എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, ഇതേക്കുറിച്ച് കൃത്യമായ ചില സൂചനകൾ ലഭിക്കണം. അതുകൊണ്ട് ഇറാൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധ്യതയുള്ള ശക്തികളുമായി ആലോചിച്ച് സമാധാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇത് മേഖലാ യുദ്ധമായി പരിണമിച്ച സ്ഥിതിക്ക് അറബി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇസ്രായേലിന്റെ തന്നെ ഭാവി സുരക്ഷ സംരക്ഷിക്കപ്പെടണം, ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനൊക്കണം, ഇറാന്റെ വിഭവങ്ങൾ വിൽക്കാൻ കഴിയണം, ഇറാന് നേരെയുള്ള ഉപരോധം അവസാനിക്കണം, ഇറാന്റെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ കഴിയണം, എങ്കിൽ ഇറാനെ ചുവടുറപ്പിച്ച് നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്രായേലിന് ചില ഉറപ്പുകൾ നൽകാൻ ഇറാനും ബാധ്യസ്ഥരാകും. കാരണം ആണവമായി ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് നിരന്തരം ഇറാൻ വാക്ധോരണിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിനും നിലനിൽപ്പിനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം തന്നെ സമഗ്രമായി അഡ്രസ് ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് കരാറാണ് ആവശ്യം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 1 സ്റ്റെപ്പ് ഫോർവേഡ് അത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. ഒരു വെടിനിർത്തൽ സാധ്യമായെങ്കിൽ മാത്രം ഇരുപക്ഷത്തും, അത് അമേരിക്ക വെടിനിർത്തിയോണ്ട് കാര്യമില്ല, ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വെടിനിർത്തൽ പാലിക്കപ്പെടുകയും ഈ വെടിനിർത്തൽ കാലഘട്ടത്തിൽ അടുത്ത ഇത് തുടരുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നിരന്തരമായ സംവാദത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിലെ രാജ്യങ്ങൾ കാണാൻ പോകുന്നത്. തീർച്ചയായും. എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാനുമായിട്ടുള്ള സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നൊരു പ്രസ്താവന സഭയിൽ നടത്തിയ ദിവസമാണ്. ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്, ഈ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ന് സ്ഥിരീകരിച്ച സമയമാണ്. അതിന് മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപും നിർണായകമായ ചില ചർച്ചകൾ ഇതിനു മുൻപായി നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഹോർമുസ് തുറന്നിരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇരു നേതാക്കളും ഈ 20 മിനിറ്റ് നീണ്ട ചർച്ചയിൽ ഒരു ധാരണയിലെത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.